ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലോഡ് നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട്. 2 ഡേയ്സിനകത്ത് നമ്മുടെ നാട്ടിൽ ലോഡ് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ഡയറക്റ്റായിട്ട് വന്ന് തന്നെ നമ്മുടെ കോമ്പോസ് ആയാലും സിംഗിൾ പ്ലാന്റ് ആയിട്ടായാലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഇത് ഫസ്റ്റ് കാണിക്കുന്ന റോസ്. നല്ല കളറാണ്, ഒരു വൈൽഡ് ഷെയ്ഡിൽ വരുന്നതാണ്. എന്ത് രസമായിട്ട് നിൽക്കുന്നു എന്ന് കണ്ടില്ലേ? കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് ഉള്ളത്. പിന്നെ ഇത് എല്ലാവരും അന്വേഷിച്ച് വരുന്ന റെഡ് ഓർക്കിഡ് റോസാണ് കേട്ടോ. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. ഇങ്ങനെയല്ല പൂക്കൾ കാണാനായിട്ട്, ഇത് കളർ ഫെയ്ഡ് ആയതാണ് കേട്ടോ. ഇത് വന്നിട്ട് റെയിനി ബ്ലൂ എന്ന് പറയുന്ന പുതിയൊരു വെറൈറ്റിയാണ്. നമ്മൾ അധികം സെയിലിന് കൊണ്ടുവന്നിട്ടില്ല. കഴിഞ്ഞ തവണ സെയിലിന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്കിതിൻ്റെ ഒരു 10-15 പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. റെയിനി ബ്ലൂ എന്നാണ് ഐ ഡി വരുന്നത്. ഇതും ഏകദേശം വിരിഞ്ഞ് കൊഴിയാറായ പ്ലാന്റിൻ്റെ ഫ്ലവറാണ് കേട്ടോ. നല്ലൊരു ഫ്ലവർ ഉണ്ട്, ഞാനത് വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ വിരിഞ്ഞ് ഏകദേശം ഉള്ളൊരു ഫ്ലവറാണ് കേട്ടോ. ഇത് വിരിഞ്ഞതിൻ്റെ അന്നെടുത്ത പിക്കാണ്, വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഒരു കളർ വരുന്നത്. റെയിനി ബ്ലൂ എന്നാണ് ഐ ഡി വരുന്നത്. പിന്നെ ഇത് എല്ലാവരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മുടെ നോർമലായിട്ട് കിട്ടുന്ന വൈറ്റ് ക്രീപ്പർ അല്ല കേട്ടോ. ഇത് ക്ലൗഡ് 10 എന്ന് പറയുന്ന വൈറ്റ് ക്രീപ്പറാണ്. നമ്മുടെ നോർമൽ വൈറ്റ് ക്രീപ്പർ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് കൊണ്ടുവരുന്നത്. നമ്മുടെ സാധാരണ വൈറ്റ് ക്രീപ്പർ ഇതാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. മറ്റേതാണെന്നുണ്ടെങ്കിൽ നല്ല അടുക്ക് ഇതളുകളായിട്ട് നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ. അത് ക്ലൗഡ് 10 എന്ന് പറയുന്നത്. അതിൻ്റെ തൈകൾ നമുക്ക് റെഡിയാണ്. അതുപോലെ തന്നെ ഈ നോർമലായിട്ടുള്ള വൈറ്റ് ക്രീപ്പറിൻ്റെ നമുക്ക് നഴ്സറികളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഈ ഒരു വൈറ്റ് ക്രീപ്പറിൻ്റെയും നമുക്കുണ്ട്. നമുക്ക് ആവശ്യക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും പർച്ചേസ് ചെയ്യാം. ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട്, സമ്മർ സ്നോയുടെ ക്ലൈംബർ. അതും നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 3 ടൈപ്പ് വൈറ്റ് ക്രീപ്പർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് കൊത്തുമഞ്ഞയാണ്. യെല്ലോ കളർ ഷെയ്ഡിൽ നിറയെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് കൊത്തുമഞ്ഞ എന്ന് പറയുന്നത്. ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. യെല്ലോ ഷെയ്ഡാണ്. ഇപ്പോൾ റോസിലൊക്കെ യെല്ലോ ഷെയ്ഡ് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൊത്തുമഞ്ഞ, മാംഗോ യെല്ലോ ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് ബട്ടർഫ്ലൈ റോസാണ്. പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈയുടെ കുറച്ച് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ്, അതും ഓൺ റൂട്ടഡ് ആണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത് ഈ റോസിൻ്റെ ബഡ് ചെയ്ത തൈകളായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ റോസിൻ്റെ തൈകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാഗർകോയിൽ പിങ്ക്, അല്ലെങ്കിൽ നമ്മുടെ മിനിയേച്ചർ പനനീർ റോസ് എന്നും എലിസബത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളത് ഡബിൾ ഡിലൈറ്റ് റോസാണ്. നല്ല പ്ലാസ്റ്റിക് പൂവിനോട് സാമ്യമുള്ളൊരു വെറൈറ്റിയാണ്. അത് മാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ട് ഈ ഒരു റോസിന്. അടിപൊളി റോസാണ്. നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയും, വിരിയുമ്പോഴത്തേക്ക് ആ ഏരിയയിലൊക്കെ നല്ല സ്മെല്ലുമാണ് ഈ ഒരു റോസിൻ്റെ. അടിപൊളിയായിട്ടുള്ള ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ്. ഒരു ക്രീമി യെല്ലോയും ഒരു റെഡ് ഷെയ്ഡിലുമാണ് ഈ ഒരു പ്ലാന്റ് വരാറുള്ളത്. അപ്പോൾ 2 ടൈപ്പായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ് തന്നെ ഐഡിയ അറിയാണ്ട് നമ്മുടെ ബേബി പാരഡൈസിനെ ഈ ഒരു പേര് ഡബിൾ ഡിലൈറ്റ് എന്നും പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ സെയിൽ ചെയ്യുന്നത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒറിജിനൽ ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്നത്. ബേബി പാരഡൈസ് വേറെയാണ് കേട്ടോ. അപ്പോൾ ആരും ഇനി തെറ്റി പ്ലാന്റ്സ് മേടിക്കാണ്ടിരിക്കുക. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ്. ഇതും കുറച്ച് റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റർ ഓറഞ്ച് എന്ന് പറയുന്നത്. ഓറഞ്ച് കളർ ഉണ്ട്, മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് മിക്സ് വരുന്നുണ്ട്, മാർഗോ കോസ്റ്റർ റെഡ് വരുന്നുണ്ട്, മാർഗോ കോസ്റ്ററിൻ്റെ വൈറ്റിൽ തന്നെ 2 ഷെയ്ഡ് വരുന്നുണ്ട്, മാർഗോ കോസ്റ്റർ പിങ്ക് ഒക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ 3 ഷെയ്ഡാണ്, മാർഗോ കോസ്റ്റർ വൈറ്റ്, പിങ്ക്, മാർഗോ കോസ്റ്റർ ഓറഞ്ച്, മാർഗോ കോസ്റ്റർ റെഡ് ആണ് സെയിലിനുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസാണ്. കൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന ആപ്രിക്കോട്ട് റോസിൻ്റെ തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ്. ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ പേപ്പറിലൊക്കെ കാണില്ലേ നല്ല ഭംഗിയുള്ള പൂക്കൾ, ഡേവിഡ് ഓസ്റ്റിൻ അതേപോലെ സാമ്യമുള്ള ഒരു റോസ് വെറൈറ്റിയാണ്. ഡേവിഡ് ഓസ്റ്റിൻ റോസൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. എന്നാൽ നമുക്ക് അത്രയും കോസ്റ്റ്ലി അല്ലാതെ മേടിക്കാൻ പറ്റുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ആപ്രിക്കോട്ട് എന്ന് പറയുന്നത്. ചെങ്കൽ നിറത്തിലാണ് പൂക്കൾ വരുന്നത്. ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ആപ്രിക്കോട്ട്. ഇതിങ്ങനെ കൊലയായിട്ട് ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. മൊട്ട് ചിലപ്പോൾ വിരിയും, ചിലപ്പോൾ ഇങ്ങനെ കുമ്പിട്ട് തന്നെ അങ്ങനെ നിന്ന് പോകും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അടിപൊളി വെറൈറ്റി തന്നെയാണ് ആപ്രിക്കോട്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാം. താങ്ക് യു.